Dear students, KTU first year BTechലെ Chemistry for Information and Electrical Science 2024 scheme. ഇതിൽ മൊഡ്യൂൾ 4 എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയിലെ കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ, ഹാർഡ്നെസ്, ടെമ്പററി ഹാർഡ്നെസ്, പെർമനൻറ്റ് ഹാർഡ്നെസ്. Okay, first, what is hard and soft water? The water which does not produce lather with a soap solution readily but forms a white precipitate is called hard water. The water which lather easily on shaking with soap solution is called soft water. അതായത് നമുക്കറിയാം, ചില വെള്ളത്തിലേക്ക് നമ്മൾ സോപ്പിട്ട് നമ്മളൊന്ന് ഷേക്ക് പതിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പത വരില്ല. അങ്ങനെയുള്ള വാട്ടറിനെയാണ് എന്ത് പറയുന്നത്, ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. അതേപോലെ ചില വാട്ടറിൽ നമ്മൾ സോപ്പിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സോപ്പ് വരും. നമ്മൾ പറയും അത് സോപ്പിൻ്റെ കേടാണ്, സോപ്പ് നല്ല കൊള്ളില്ല എന്നൊക്കെ പറയും. പക്ഷേ ആക്ച്വലി എന്താണ്, ചില വാട്ടറിൽ, ചില പ്ലേസസിലുള്ള വാട്ടറിൽ ഹെവി മെറ്റൽസിൻ്റെയോ അതല്ല കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ഒക്കെ പ്രസൻസ് ഉണ്ടാവാം. ആ ഒരു മെറ്റൽസ് ഡിസോൾവ് ആയി കിടക്കുന്നത് കാരണമാണ് എന്തുണ്ടാകുന്നത്, ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്. ഇങ്ങനെ ഡിസോൾവ് ആവാത്ത, അതായത് മീൻസ് വാട്ടർ പെട്ടെന്ന് പതയാത്ത വാട്ടറിനെയാണ്, സോപ്പ് പെട്ടെന്ന് പതയാത്ത വാട്ടറിനെയാണ് എന്ത് പറയുന്നത്, ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. സോപ്പ് പെട്ടെന്ന് പതിഞ്ഞ് ലാദർ ഫോം ചെയ്യുന്ന, പെട്ടെന്ന് തന്നെ ലാദർ ഫോം ചെയ്യുന്ന വാട്ടറിനെയാണ് സോഫ്റ്റ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ഈസ് ഹാർഡ്നെസ്. ഈ ഹാർഡ്നെസ് എന്താണെന്ന് നോക്കാം. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ വിച്ച് പ്രിവെൻറ്റ്സ് ലാദർ ഫോർമേഷൻ വിത്ത് സോപ്പ്. സോപ്പുമായിട്ട് നമ്മൾ വാട്ടറിൽ, അതായത് ലാദർ ഫോം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ചില വാട്ടർ പെട്ടെന്ന് ഫോം ചെയ്യില്ല, ചിലത് പെട്ടെന്ന് ലാദർ ഫോം ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ സോപ്പുമായിട്ട് ലാദർ ഫോം ചെയ്യാതിരിക്കാനുള്ള വാട്ടറിൻ്റെ പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയുന്നത്, ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹാർഡ്നെസ് എന്ന് കേട്ടാൽ എന്താണ്, ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ വിച്ച് പ്രിവെൻറ്റ്സ് ലാദർ ഫോർമേഷൻ വിത്ത് സോപ്പ്. It occurs due to the presence of salts of calcium, magnesium and other heavy metals dissolved in water. എന്തുകൊണ്ടാണ് ഈ ഹാർഡ്നെസ് ഉണ്ടാകുന്നത്? ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ആണ്. അതായത് സോപ്പ് പ്രിവെൻറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു വാട്ടറിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയുന്നത്, ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സാൾട്സ് ഓഫ് കാൽഷ്യം, മഗ്നീഷ്യം. കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ സാൾട്സ് വാട്ടറിൽ ഡിസോൾവ് ആയി കിടക്കുകയോ അതല്ല എങ്കിൽ ഏതെങ്കിലും അതർ ഹെവി മെറ്റൽസിൻ്റെ പ്രസൻസ് ഒക്കെ എന്തിൽ, ഈ വാട്ടറിൽ ഡിസോൾവ് ആയി കിടക്കുന്നത് കാരണമാണ് ഇങ്ങനെ ഈ ഒരു വാട്ടറിൽ പെട്ടെന്ന് സോപ്പ് ലാദർ ഫോം ചെയ്യാതിരിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയുന്നത്, ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അതല്ലാതെ ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു വാട്ടറിൻ്റെ രണ്ട് ടൈപ്സ് ആയിട്ട് പറയാം. പക്ഷേ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. Then when hard water is treated with soap, a white precipitate is formed. Explain with chemical equation. ഇത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇക്വേഷനാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളൂ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാർഡ് വാട്ടറിൽ ഈ സോപ്പ് പെട്ടെന്ന് ലാദർ ഫോം ചെയ്യുന്നതിന് പകരം ഒരു വൈറ്റ് precipitate ആണ് അവിടെ ഫോം ചെയ്യാന്ന് പറഞ്ഞു. എന്താണ് ഇതിന് കാരണം നോക്കാം. Example of hard water when treated with soap, sodium or potassium salt of fatty acid. അതാണ് എന്ത്, സോപ്പ് എന്ന് പറയുന്നത്. Insoluble salts of calcium or magnesium forms and these salts appear as white precipitate. 2C17H35COONA plus CaCl2 gives C17H35COO twice Ca, that is a precipitate, plus 2NaCl. അതേപോലെ അടുത്ത വേറൊരു സോപ്പ് എടുത്തു കഴിഞ്ഞാൽ C17H35COONA, അതായത് കാൽഷ്യത്തിൻ്റെയോ പൊട്ടാഷ്യത്തിൻ്റെയോ സോഡിയത്തിൻ്റെയോ പൊട്ടാഷ്യത്തിൻ്റെയോ ഹയർ ഫാറ്റി ആസിഡിൻ്റെ അതിൻ്റെ സോൾട്ടാണ് എന്ത്, സോപ്പ് എന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ കാൽഷ്യം ക്ലോറൈഡ് ഓർ മഗ്നീഷ്യം സൾഫേറ്റ് സോൾട്ട്, അത് വാട്ടറിലുള്ള കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ സോൾട്ട്സ് ആണ്.
ഓക്കെ, അതുമായിട്ട് ഈ വാട്ടറുമായിട്ട് സോപ്പ് എന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുമെന്ന് നോക്കാം. ഫസ്റ്റത്തെയാണ് കാൽഷ്യത്തിൻ്റെ ഒരു പ്രസിപ്പിറ്റേറ്റും, സെക്കൻഡ് ഈ കെമിക്കൽ റിയാക്ഷനിൽ മെഗ്നീഷ്യത്തിൻ്റെ സൾഫേറ്റാണ് വാട്ടറിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു, C17H35COO2Mg മെഗ്നീഷ്യത്തിൻ്റെ ഒരു സോൾട്ട്, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആ വാട്ടറിൽ താഴെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത്, പ്ലസ് Na2SO4. ഇങ്ങനെ പിന്നെ ലാത ഫോം ചെയ്യാതെ അതിൻ്റെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഈ വാട്ടറിൽ താഴെ സെറ്റിൽ ഡൗൺ ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷനാണ് നിങ്ങൾ എഴുതി പറയേണ്ടത്. ഓക്കെ, ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്. എന്താണ് ടെമ്പററി ആൻഡ് എന്താണ് പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് നോക്കാം. ദെൻ ഫസ്റ്റ് ഇതിൻ്റെ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ് 2 കോളം വരച്ചൊക്കെ എഴുതിക്കൊള്ളുക. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിസോൾവ്ഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം ഇൻ വാട്ടർ. ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ്സ് ആയിട്ട് ഡിസോൾവ് ആയി കിടക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മെഗ്നീഷ്യം, അതാണ് മെയിൻ ഡെഫിനിഷൻ. ദെൻ പെർമനൻറ്റ് ഹാർഡ്നെസ്സോ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ഓർ മെഗ്നീഷ്യം. നമുക്കറിയാം ഈ ഹാർഡ്നെസ് എന്ന് പറയുന്നത് തന്നെ എന്താ, ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ സോൾട്സ് വാട്ടറിൽ ഡിസോൾവ് ആയി കിടക്കുന്നതാണ് എന്ത്, ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ്സ് ആയിരിക്കും അതിൽ ഡിസോൾവ് ആയി കിടക്കുന്നത്. പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ക്ലോറൈഡ്സ്, കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ക്ലോറൈഡ്സ് ഓർ സൾഫേറ്റ്സ്. ക്ലോറൈഡ്സോ സൾഫേറ്റോ കുറച്ചും കൂടെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് ആ ഒരു സോൾട്സ് ആണ് വാട്ടറിൽ പ്രസൻ്റായി ഡിസോൾവ് ആയി കിടക്കുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ആർ നോൺ ആസ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഓക്കെ, സെക്കൻഡ് ഡിഫറൻസിയേഷൻ. This can be removed by mere boiling of water. When boiling, bicarbonates are decomposed into its insoluble carbonates or hydroxide and can be removed. അതായത് സെക്കൻഡ് ഡിഫറൻസിയേഷൻ പറയുന്നത് ടെമ്പററി ഹാർഡ്നെസ് ജസ്റ്റ് ഒരു ബോയിലിംഗ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, അതിനെ റിമൂവ് ചെയ്യാം. കാരണം എന്താ, ബൈകാർബണേറ്റ്സ് ആണ്. ബൈകാർബണേറ്റ്സിന് നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ബോയിൽ ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഡികമ്പോസ് ചെയ്ത് അതിൻ്റെ കാർബണേറ്റ്സ് ആയിട്ടോ ഹൈഡ്രോക്സൈഡ് ആയിട്ടൊക്കെ ഇൻസോൾബിളായിട്ട് ഗ്യാസസ് ഒക്കെ ആയിട്ട് അതങ്ങ് റിമൂവ് ആയിക്കോളും. ഈ കെമിക്കൽ റിയാക്ഷൻ CaHCO3 ട്വൈസ് ഗീവ്സ് CaCO3 ഒരു പ്രസിപ്പിറ്റേറ്റ് ആയിട്ടും H2O + CO2. ഇങ്ങനെ കാൽഷ്യത്തിൻ്റെ ബൈകാർബണേറ്റ് ആണ് ആ വാട്ടറിൽ പ്രസൻ്റ് എങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് ജസ്റ്റ് പ്രസിപ്പിറ്റേറ്റ്, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും, പ്ലസ് H2O CO2 അതിൻ്റെ വേപ്പേഴ്സ് ആയിട്ട് അതങ്ങ് റിമൂവ് ആയിക്കോളും. അതേപോലെ മെഗ്നീഷ്യത്തിൻ്റെ ബൈകാർബണേറ്റ്സ് ആണെങ്കിലോ മെഗ്നീഷ്യം HCO3 ട്വൈസ് ഗീവ്സ് MgOH ട്വൈസ് + 2CO2. മെഗ്നീഷ്യത്തിൻ്റെ ഹൈഡ്രോക്സൈഡ് ആയിട്ടും അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡായിട്ടും അത് റിമൂവ് ആയിക്കോളും. ദെൻ ഇതാണ് ടെമ്പററി ഹാർഡ്നെസ്, എങ്ങനെയാണ് റിമൂവ് ചെയ്യുക എന്നുള്ളത്. ദെൻ പെർമനൻറ്റ് ഹാർഡ്നെസ്, സെക്കൻഡ് ഡിഫറൻസിയേഷൻ. ഇറ്റ് കനോട്ട് ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ് ബട്ട് ക്യാൻ ബി റിമൂവ്ഡ് ബൈ കെമിക്കൽ പ്രോസസ് ലൈക്ക് ലൈം സോഡ പ്രോസസ് ആൻഡ് അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്. ഇങ്ങനെ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ മെഗ്നീഷ്യത്തിൻ്റെ ക്ലോറൈഡ്സോ സൾഫേറ്റ്സോ ആണെന്ന് പറഞ്ഞു. ആ ഒരു കോമ്പൗണ്ട്, ആ ഒരു ഡിസോൾവ് ആയിട്ട് കിടക്കുന്ന കോമ്പൗണ്ട് സോൾട്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് ബോയിൽ ചെയ്ത് കഴിഞ്ഞാലൊന്നും പോവില്ല. അതിന് പക്ഷേ നെയിംഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. ലൈം സോഡ പ്രോസസ്സോ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സോ ഒക്കെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതാണ് സെക്കൻഡ് ഡിഫറൻസിയേഷൻ പറയുന്നത്. ദെൻ തേർഡ് വൺ, ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഓൾസോ നോൺ ആസ് ആൽക്കലൈൻ ഹാർഡ്നെസ് ഓർ കാർബണേറ്റ് ഹാർഡ്നെസ്. എന്തുകൊണ്ടാണ്, ഈ കാർബണേറ്റ് ആണ്, അതിൽ ബൈകാർബണേറ്റിൻ്റെ പ്രസൻസ് ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ടെമ്പററി ഹാർഡ്നെസ്സിന് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആൽക്കലൈൻ ഹാർഡ്നെസ് ഓർ കാർബണേറ്റ് ഹാർഡ്നെസ്. ദെൻ പെർമനൻറ്റ് ഹാർഡ്നെസ് also known as non-carbonate hardness or non-alkaline hardness, just opposite of this. ഇത്രയും 3 ഡിഫറൻസിയേഷൻ ആണ് നിങ്ങൾ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെ പറ്റി പഠിക്കാനുള്ളത്. ദെൻ ഡിഫൈൻ ദ ടേം ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്. എന്താണ് ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് നോക്കാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. 1 ലിറ്റർ വാട്ടറിൽ എത്രത്തോളം
നമ്പർ ഓഫ് മില്ലിഗ്രാംസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് പ്രസൻ്റ് ആണോ എന്നുള്ള ഒരു അളവാണിത്. ആ ഒരു നമ്പറിനെയാണ് ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫൈൻ ടേം ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്. ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കാൽഷ്യം കാർബണേറ്റിനെ ഒന്ന് ഓർത്തോളണം. 1 ലിറ്ററിൽ എത്രത്തോളം കാൽഷ്യം കാർബണേറ്റ് ഉണ്ടെന്നുള്ളതാണ് എന്ത് ഡിഗ്രി ഓഫ് ഹാർഡ്നെസ്. ഓക്കെ, ദെൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാൽഷ്യം കാർബണേറ്റ് തന്നെ നമ്മൾ ഈ ഒരു ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യാൻ പറയുന്നത്, ഒരു സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്നത് എന്തുകൊണ്ടാണ്? വൈ CaCO3 is chosen as a standard for expressing hardness. എന്തുകൊണ്ടാണ് CaCO3 സ്റ്റാൻഡേർഡായിട്ട് ഹാർഡ്നെസ് എക്സ്പ്രസ് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൻ്റെ ആൻസറാണ് CaCO3 is the most insoluble salt that can be precipitated during water treatment. ഏതൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും ഈ CaCO3 പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറുന്നത്, അതായത് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റായിട്ട് ഇൻസോല്യൂബിൾ ആയിട്ടുള്ളൊരു സോൾട്ടാണിത് CaCO3. നമുക്കറിയാം എഗ് ഷെല്ലിലുണ്ട്, മാർബിൾ, ഇതൊക്കെ എന്താണ് CaCO3 ആണ്. ചോക്ക് പൗഡർ ഒക്കെ എന്താണ് CaCO3 ആണ്. ഇതൊക്കെ ഇൻസോല്യൂബിൾ ആയിട്ട് കിടക്കുന്ന ജസ്റ്റ് പൗഡേഴ്സാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഏതൊരു വാട്ടറിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും കാൽഷ്യം കാർബണേറ്റിൻ്റെ പ്രസൻസ് ആണെങ്കിൽ നമുക്കത് ഇൻസോല്യൂബിളായിട്ട് തന്നെ റിമൂവ് ആക്കി അതിൽ നിന്ന് മാറ്റിയെടുക്കാം. ദെൻ സെക്കൻഡ് റീസൺ, എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് ഹാർഡ് വാട്ടർ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ യൂസിങ് CaCO3. അതുകൊണ്ട് തന്നെ ഒരു ഹാർഡ് വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനും CaCO3 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കഴിയും. കാരണം കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ എന്താണ് സോൾട്ട് ആണല്ലോ ഹാർഡ്നെസ്സിൻ്റെ ഒക്കെ അതായത് കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ കാൽഷ്യം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽഷ്യം കാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ഒക്കെ എന്താണ് ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയാം. അപ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഹാർഡ് വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും കഴിയും. ദെൻ നമുക്കറിയാം മോളിക്കുലാർ മാസ് CaCO3 ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോളിക്കുലാർ മാസ് ഓഫ് CaCO3 എത്രയാണ്? 100 ആണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. Caൻ്റെ 40, കാൽഷ്യം 40, കാർബൺ 12, ഓക്സിജൻ 16 ഒക്കെ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് CaCO3 ഈസ് 100. സോ ദി കാൽക്കുലേഷൻസ് ഈസ് ഈസി. ഇങ്ങനെ 3 റീസണാണ് മെയിനായിട്ട് പറയുന്നത്. അതായത് കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് 100 ആണ്, കാൽക്കുലേഷനൊക്കെ ഈസിയായി മാറുന്നു എന്നുള്ളതാണ് മൂന്നാമത്തത് റീസൺ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് കാൽഷ്യം കാർബണേറ്റ് എന്താണ്, ഇൻസോല്യൂബിളാണ്, മോസ്റ്റ് ഇൻസോല്യൂബിൾ ആയിട്ടുള്ളൊരു സോൾട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഏതൊരു ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഏതൊരു വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും അത് ഇൻസോല്യൂബിളായിട്ട് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടുന്നു. അതുകൊണ്ട് അത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം. ദെൻ ഹാർഡ്നെസ്സിൻ്റെ ഈ ഹാർഡ് വാട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ CaCO3 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ CaCO3യുടെ കാൽഷ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് 100 ആയതുകൊണ്ട് കാരണം ഏതൊരു കാൽക്കുലേഷൻ സ്റ്റെപ്പ് ആണെങ്കിലും ഈസി ആയിട്ട് ആ കാൽക്കുലേഷൻ ചെയ്ത് നമുക്ക് തീർക്കുകയും ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് റീസൺ ആയിട്ട് പറയുന്നത്. കാൽഷ്യം കാർബണേറ്റ് റീസൺ ആയിട്ട് പറയുന്നത് എന്നുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചോളുക. അതേപോലെ ടെമ്പററിയും പെർമനൻറ്റ് ഹാർഡ്നെസ്സും ഉള്ള ഡിഫറൻസ് ഒക്കെ. വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്സ് ആണ് ഇതിൽ. വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റൽസിനൊക്കെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്തിട്ട് സോഫ്റ്റ് വാട്ടർ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ബൈ യൂസിങ് അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് we can softening the water by using ion exchange resins. എങ്ങനെയാണെന്ന് നോക്കാം. ഈ അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് തന്നെ 2 ടൈപ്സ് റെസിൻസ് ഉണ്ട്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ഉണ്ട്, ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ഉണ്ട്. എന്താ ചെയ്യുന്നത്, ഈ എക്സ്ചേഞ്ച് ആസ് എ നെയിം ഇൻഡിക്കേറ്റഡ് എക്സ്ചേഞ്ച് ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ ഹാർഡ് വാട്ടറിൽ പ്രസൻ്റ് ആയിരിക്കുന്ന കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ഓർ അതർ ഹെവി മെറ്റൽസിനെ എന്ത് ചെയ്യുന്നു, ഈ റെസിൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതായത് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള കാറ്റയോൺസിനെയോ ആനിയോൺസിനെയോ ഈ എക്സ്ചേഞ്ച് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് വാട്ടറിന് ആവശ്യമുള്ള H+ OH- പകരമായിട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സാണ് നടക്കുന്നത്.
അങ്ങനെയുള്ള പ്രോസസ്സാണ് എന്ത് വാട്ടർ സോഫ്റ്റനിങ് ബൈ യൂസിങ് അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആർ ഇൻസോല്യൂബിൾ ക്രോസ് ലിങ്ക്ഡ് ലോങ് ചെയിൻ ഓർഗാനിക് പോളിമേഴ്സ് വിത്ത് എ microporous structure, and the functional groups attached to the chains are responsible for the ion exchange properties. Ion exchange resins are of two types, that is cation exchange resins and anion exchange resins. ഓക്കെ, എന്താണ് ഇവിടെ പറഞ്ഞത്? ഈ റെസിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് ഇൻസോല്യൂബിൾ ക്രോസ് ലിങ്ക്ഡ് ലോങ് ചെയിൻ ഓർഗാനിക് പോളിമേഴ്സ്. ഒരു ഓർഗാനിക് പോളിമറാണ് എന്ത്? ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ലോങ് ചെയിൻ ആയിട്ടുള്ള ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പോളിമേഴ്സ് ആണ് എന്ത്? അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് എന്താണ്? ഇറ്റ് ഹാസ് microporous structure, and the functional groups attached to the chains are responsible for ion exchange properties. ലൈക്ക് H+നെയോ OH- എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, എക്സാമ്പിളായിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു അയോൺ എക്സ്ചേഞ്ച് റെസിനാണ് സ്റ്റൈറിൻ ഡൈവിനൽ ബെൻസീൻ കോപോളിമർ. എന്താണ്? സ്റ്റൈറിൻ്റെയും ഡൈവിനൈൽ ബെൻസിൻ്റെയും ഒരു കോപോളിമർ ഇങ്ങനെ ഒരു അയോൺ എക്സ്ചേഞ്ച് റെസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദർ ആർ 2 types ഓഫ് റെസിൻസ്. ഫസ്റ്റ് വൺ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ. കാറ്റയോൺ നമുക്കറിയാം, കാറ്റയോൺ എന്ന് പറഞ്ഞാൽ H+ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആണ് എന്ത്? കാറ്റയോൺസ് എന്ന് പറയുന്നത്. റെസിൻസ് കണ്ടെയ്നിങ് ആസിഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് which are capable of exchanging their H+ ions with other cations when come in contact with it. It can be represented as RH+. ദാറ്റ് മീൻസ് ഇതുമായിട്ട് ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന അതർ കാറ്റയോൺസിനെ എന്ത് ചെയ്യുന്നു? അത് H+ കൊടുത്തിട്ട് ഏത് കാറ്റയോൺ ആണോ വരുന്നത് അവയെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഈ സോഫ്റ്റ് വാട്ടറിന് ആവശ്യമുള്ള H+ എന്ത് ചെയ്യുന്നു? ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് തരിക ചെയ്യുന്നത്. റെസിൻസ് കണ്ടെയ്നിങ് ആസിഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് എക്സ്ചേഞ്ചിങ് ദെയർ H+ അയോൺസ്. H+ അയോൺസ് ഇഷ്ടംപോലെ ഇത് കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? നമുക്ക് വാട്ടറിന് വേണ്ട H+ ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് തരുന്നുണ്ട്. അതേസമയം ഇതുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന അതർ കാറ്റയോൺസ് ലൈക്ക് Ca+ഓ Mg2+ഓ അങ്ങനെയൊക്കെയുള്ള ഏത് കാറ്റയോൺ ആണോ ഇതുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നത് അതിനെ ഇത് അബ്സോർബ് ചെയ്യുന്നു. ഓർ it can exchange with H+ ions. Okay, and it can be represented as RH+. R എന്ന് പറയുന്നത് ബാക്കി ഭാഗം, ഈ പോളിമറിൻ്റെ ഓർഗാനിക് പോളിമറിൻ്റെ ബാക്കി ഭാഗം. ഇതിൽ നമ്മൾ മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നത് H+ മാത്രമാണ്. H+ എന്നുള്ള കാറ്റയോണ് ഈ H+ഉം നമ്മൾ ഹാർഡ് വാട്ടറിലുള്ള Ca+ഓ Mg2+നെയൊക്കെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് anion exchange resins. Resins containing basic function groups which are capable of exchanging their OH-. ഇവിടെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഈ ആനിയോൺ എക്സ്ചേഞ്ച് റെസിനിൽ ഉണ്ടാവുക. then it can exchange OH- ion into water with other anions when come in contact with it. It can be represented as ROH-. ഏത് ഈ മീൻസ് റെസിനുമായിട്ട് ഈ ആനിയോൺ എക്സ്ചേഞ്ച് റെസിനുമായിട്ട് കോണ്ടാക്റ്റ് ആയിട്ട് വരുന്ന ഏതൊരു മീൻസ് ബേസിക് ആയിട്ടുള്ള OH- ഏതൊരു ആനിയോൺസിനെയും എന്ത് ചെയ്യുന്നു? ഇത് OH- എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. നമ്മളെ ഈ വാട്ടറിന് കിട്ടേണ്ടത് എന്താണ്? OH- ആണ്. അതുകൊണ്ട് ഈ ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻ ഇറ്റ്സ് റെഡി ടു ഗിവ് ദ OH-. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ROH-. ദെൻ എങ്ങനെയാണ് ഈ പ്രോസസ്സിൻ്റെ വർക്കിംഗ്? എങ്ങനെയാണ് ഡിസ്കസ് അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ് ഫോർ സോഫ്റ്റനിങ് ഓഫ് വാട്ടർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ്, in ion exchange process, hard water is first passed through cation exchange column where all the cations like Ca2+ and Mg2+ are removed from it and equivalent amount of H+ ions are released from column to this water. എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഈ ഹാർഡ് വാട്ടറിനെയാണ് നമുക്ക് സോഫ്റ്റൻ ചെയ്യേണ്ടത്. ഹാർഡ് വാട്ടർ എടുത്ത് ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ കൂടെ ആ ഒരു രണ്ട് കോളത്തിലാണ്. ഒന്നാമത്തെ കോളത്തിൽ എന്ത് ചെയ്യുന്നു? കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ എടുക്കുന്നു. രണ്ടാമത്തെ കോളത്തിൽ ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻ എടുക്കുന്നു. ദെൻ ഫസ്റ്റ് കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിൽ കൂടെ ഈ ഹാർഡ് വാട്ടറിനെ പാസ് ചെയ്യുന്നു. ഓൾ ദ കാറ്റയോൺസ് ലൈക്ക് Ca2+ ആൻഡ് Mg2+ are
removed from it and equivalent amount of H plus ions are released from column to this water. ഈ കോളത്തിൽ എന്ത് ചെയ്യുന്നു, കാറ്റോൺ എക്സ്ചേഞ്ച് റെസിൻസ് പാക്ക് ചെയ്തിരിക്കുകയാണ്. ആ കോളത്തിലേക്ക് ഹാർഡ് വാട്ടർ ഫസ്റ്റ് പാസ് ചെയ്യുന്നു. ആ പാസ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള കാറ്റോൺസ്, കാൽഷ്യോ മെഗ്നീഷ്യോ ഒക്കെ ഇതിൽ അബ്സോർബായിട്ട് അതിന് പകരം H പ്ലസ് അയോൺസ് അതിൽ നിന്നും ആ റെസിനിൽ നിന്നും എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഈ വാട്ടറിൻ്റെ കൂടെ പാസ് ചെയ്യുന്നു. Chemical reaction 2RH plus Ca2 plus gives R2Ca2 plus 2H plus. Then 2RH plus magnesium 2 plus gives R2Mg2 plus 2H plus. ഇങ്ങനെ കാൽഷ്യം ആണോ മെഗ്നീഷ്യം ആണോ എന്നുള്ളതിനനുസരിച്ചിട്ട് അവിടെ H പ്ലസിനെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഈ വാട്ടർ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഈ ഒരു ഇതാണ് ഇതിൻ്റെ പിക്ചർ കാണിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ഇൻലെറ്റ് വാട്ടർ, ഫസ്റ്റ് 2 കോളാണ് ഉണ്ടാവുക. ഈ 2 കോളത്തിൽ ഫസ്റ്റ് കാറ്റോൺ എക്സ്ചേഞ്ച് ബെഡ് ഓർ ഫസ്റ്റ് കാറ്റോൺ എക്സ്ചേഞ്ച് കോളം. ഈ ഫസ്റ്റ് കോളത്തിൽ എന്താണ്, കാറ്റോൺ എക്സ്ചേഞ്ച് റെസിൻസാണ് ഫില്ല് ചെയ്തിരിക്കുക. ദെൻ സെക്കൻഡ് കോളത്തിൽ ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻസാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻലെറ്റ് വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കയ്യിലുള്ള ഈ ഹാർഡ് വാട്ടർ ഇൻലെറ്റ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് അത് ഇതിലേക്ക് പാസ് ചെയ്യുന്നു, ഫസ്റ്റ് കോളത്തിലേക്ക് പാസ് ചെയ്യുന്നു. ഈ ഫസ്റ്റ് കോളത്തിൽ എന്ത് ചെയ്യുന്നു, H പ്ലസ് അയോൺസിനെ എന്ത് ചെയ്യുന്നു, ഈ അതായത് കാൽഷ്യോ മെഗ്നീഷ്യോ ഒക്കെ ഉള്ള ഏതെങ്കിലും കാറ്റയോൺസ് ഈ വാട്ടറിൽ ഉണ്ടെങ്കിൽ ആ വാട്ടറിലുള്ള H പ്ലസ് അയോൺ മീൻസ് കാൽഷ്യത്തിൻ്റെ മെഗ്നീഷ്യത്തിൻ്റെ അയോൺസ് റെസിനിലുള്ള H പ്ലസ് അയോൺസുമായിട്ട് ഒരു എക്സ്ചേഞ്ച് നടന്നിട്ട് നമുക്ക് ആവശ്യമുള്ള H പ്ലസ് അയോൺസ് എന്ത് ചെയ്യുന്നു, ഈ കാറ്റോൺ ഈ റെസിൻ എന്ത് ചെയ്യുന്നു, വാട്ടറിലോട്ട് പാസ് ചെയ്യുന്നു. ഇങ്ങനെ കാൽഷ്യവും മെഗ്നീഷ്യവും ഫ്രീ ആയിട്ടുള്ള വാട്ടറാണ് നമുക്കിതിലൂടെ ഔട്ട്ലെറ്റായിട്ട് കിട്ടുന്നത്, കാറ്റോൺ ഫ്രീ വാട്ടർ. ഓക്കെ, ഇവിടെ ഒരു എക്സ്ചേഞ്ച് പ്രോസസ്സ്, കാറ്റോണിൻ്റെ എക്സ്ചേഞ്ച് പ്രോസസ്സാണ് നടക്കുന്നത്. കാൽഷ്യവും മെഗ്നീഷ്യം ഓൾമോസ്റ്റ് ഒരു 90% കാൽഷ്യവും മെഗ്നീഷ്യവും ഇവിടെ റിമൂവ് ആയി കഴിഞ്ഞു. ദെൻ ഈ കാറ്റോൺ ഫ്രീ വാട്ടറിനെ എന്തിലോട്ട്, സെക്കൻഡ് ബെഡായിട്ടുള്ള സെക്കൻഡ് കോളം ആനിയോൺ എക്സ്ചേഞ്ച് റെസിനിലേക്ക് പാസ് ചെയ്യുന്നു. ഇവിടെ കാറ്റോൺ ഫ്രീ ആണ്. ഈ കാറ്റോൺ ഫ്രീ ആയിട്ടുള്ള വാട്ടർ ആനിയോൺ എക്സ്ചേഞ്ച് റെസിനിലേക്ക് പാസ് ചെയ്യുന്നു. ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻ, ആ ഒരു കോളം എന്ന് പറഞ്ഞാൽ ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻസ് പാക്ക് ചെയ്തിരിക്കുന്ന കോളാണ്. അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഏതെങ്കിലും ആനിയോൺസ് ലൈക്ക് കാർബണേറ്റോ ക്ലോറൈഡ്സ് സൾഫേറ്റ്സ് ഒക്കെയുള്ള ഈ ആനിയോൺസ് എന്ത് ചെയ്യുന്നു, OH മൈനസുമായിട്ട് എക്സ്ചേഞ്ച് നടന്നിട്ട് അവിടെ ബാക്കി ആവശ്യമുള്ള OH മൈനസ് വാട്ടറിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്താ, ഡീമിനറലൈസ്ഡ് വാട്ടർ ഓർ ന്യൂട്രൽ pH ആയിട്ടുള്ള വാട്ടറാണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് അയോൺ എക്സ്ചേഞ്ച് റെസിൻസ് യൂസ് ചെയ്തുകൊണ്ട് വാട്ടറിനെ സോഫ്റ്റനിങ് ചെയ്യുന്നത്. വാട്ടർ സോഫ്റ്റനിങ് മീൻസ് എന്താണ്, ഈ ഹാർഡ് വാട്ടറിൽ പ്രസൻ്റ് ആയിട്ടുള്ള കാറ്റയോൺസ് ആനിയോൺസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് സോഫ്റ്റ് വാട്ടർ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ തിയറി ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു, കാറ്റോൺ എക്സ്ചേഞ്ച് ആ ഒരു കോളത്തിലോട്ട് പാസ് ചെയ്തിട്ട് H പ്ലസിനെ നമുക്ക് ഈ വാട്ടറിലോട്ട് കിട്ടുന്നു. ദെൻ സെക്കൻഡ്, ദ വാട്ടർ ഈസ് പാസ്ഡ് ത്രൂ ആനിയോൺ എക്സ്ചേഞ്ച് കോളം വേർ ഓൾ ദി ആനിയോൺസ് ലൈക്ക് SO4 2- ആൻഡ് Cl- ആർ റിമൂവ്ഡ് ഫ്രം ഇറ്റ് ആൻഡ് ഇക്വലൻ്റ് എമൗണ്ട് ഓഫ് OH- അയോൺസ് ആർ റിലീസ്ഡ് ഫ്രം കോളം ടു വാട്ടർ. ഫസ്റ്റ്ലി H പ്ലസിനെ നമുക്ക് എന്ത് ചെയ്യുന്നു, കാറ്റോൺസിനെ റിമൂവ് ചെയ്തിട്ട് H പ്ലസിന് കിട്ടി. സെക്കൻഡ് പാർട്ടിൽ എന്താ ചെയ്യുന്നത്, SO4 2- Cl- റിമൂവ് ചെയ്തുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് നടത്തിക്കൊണ്ട് OH- കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ നമുക്ക് വേണ്ടത് ഒരു വാട്ടറിലാണെങ്കിൽ ലോട്ട് ഓഫ് H പ്ലസും OH- മാത്രം മതി. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻ നോക്കാം. ROH- plus Cl- gives RCl- plus OH-. 2ROH- plus SO4 2- gives R2SO4 2- plus 2OH-. നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് പ്രോസസ്സിൽ കൂടെയും H പ്ലസും OH-ഉം ദ H പ്ലസ് ആൻഡ് OH- ions so produced from cation and anion exchange resins combined to form water. ഇതാണ് വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. H plus OH- gives H2O. Thus the water coming out from the exchanger is free from cation and anions other than H plus and OH-, hence called demineralized or deionized water.
ഓക്കെ, ഇത്രയാണ് വാട്ടർ സോഫ്റ്റനിങ് മെത്തേഡ് ബൈ യൂസിങ് അയോൺ എക്സ്ചേഞ്ച് റിസൾട്ട്സ്. അതിൻ്റെ 2 ടൈപ്പ് അയോൺ എക്സ്ചേഞ്ചേഴ്സ് ആണുള്ളത്. അതൊന്ന് ഓർക്കുക. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നൊന്ന് ഓർത്തോളാം. ഈ ഡയഗ്രാം വരച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. കെമിക്കൽ റിയാക്ഷൻസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. ഫസ്റ്റത്തത് കാറ്റോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആണ്. സെക്കൻഡ് കോളത്തിലുള്ളത് ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ആണ്. ഫസ്റ്റ് കാറ്റോൺ എക്സ്ചേഞ്ച് റെസിൻസ് കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ കാറ്റയോൺസും റിമൂവ് ആയിട്ട് H+ മാത്രമായിട്ട് വരുന്നു. ദെൻ സെക്കൻഡ് കോളത്തിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള SO4- Cl- ഒക്കെ റിമൂവ് ആയിട്ട് എന്ത് ചെയ്യുന്നു, OH അതിൻ്റെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആനിയോൺസ് വി വിൽ ഗെറ്റ് OH-. ഇങ്ങനെ H+ഉം OH- കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രഷ് വാട്ടർ ഓർ സോഫ്റ്റനിങ് ആയിട്ടുള്ള മീൻസ് വാട്ടർ ഡിമിനറലൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ കിട്ടുക ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇങ്ങനെ കാറ്റോൺ എക്സ്ചേഞ്ച് ആനിയോൺ എക്സ്ചേഞ്ച് റെസിൻസ് ഉണ്ടല്ലോ, ഈ കാറ്റോൺ എക്സ്ചേഞ്ചും ആനിയോൺ എക്സ്ചേഞ്ചും കൂടുതലായിട്ട് നമ്മളിങ്ങനെ സൈക്കിളിലൂടെ ഇങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ കാറ്റയോൺസിൻ്റെയും അൺവാണ്ടഡ് ആയിട്ടുള്ള കാറ്റയോൺസിൻ്റെയും ആനിയോൺസിൻ്റെയും എമൗണ്ട് കൂടുക ചെയ്യുന്നത്. കാരണം എക്സ്ചേഞ്ച് അല്ലേ നടക്കുന്നത്. H+നെ OH- ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് അതിൻ്റെ സ്ഥാനത്ത് എന്താണ് വരുന്നത്, ഈ കാൽഷ്യോ അല്ലെങ്കിൽ സൾഫേറ്റോ ക്ലോറൈഡൊക്കെ അതിൻ്റെ എമൗണ്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി വരിക ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേസ് എത്തുന്ന സമയത്ത് നമ്മൾ അതിനൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കണം, അതിനെ ഒന്ന് റീജനറേഷൻ നടത്തണം. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്പ്ലെയിൻ റീജനറേഷൻ ഇൻ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സ്. Okay, when the capacities of cation and anion exchanges to exchange ions are lost, then the column is said to be exhausted. ആ ഒരു കേസ് ഏത് ടൈമിലാണോ ആനിയോൺസിൻ്റെയും കാറ്റയോണിൻ്റെയും എക്സ്ചേഞ്ച് അതിൻ്റെ ഒരു എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ലോസ് ചെയ്യുന്നത്, കാരണം അത്രത്തോളം ഇങ്ങനെ ആനിയോൺസിനെയും കാറ്റയോൺസിനെയും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് അതിലുള്ള H+ഉം OH- അതിൻ്റെ കോൺസെൻട്രേഷൻ കഴിഞ്ഞുവെങ്കിൽ ആ ഒരു കേസിനെയാണ് എന്ത് പറയുന്നത്, എക്സോസ്റ്റഡ് എന്ന് പറയുന്നത്. ഈ കോളം എന്തായി, എക്സോസ്റ്റഡ് ആയി എന്ന് പറയാം. അത്രത്തോളം യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതിനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് അറിയാം. ആ ഒരു ദി എക്സോസ്റ്റഡ് കാറ്റയോൺ എക്സ്ചേഞ്ച് കോളം can be regenerated by passing dilute acid, and exhausted anion exchange column can be regenerated by passing dilute alkali through the corresponding columns. ഈ കാറ്റയോൺ എക്സ്ചേഞ്ച് കോളാണ് എക്സോസ്റ്റ് ചെയ്തതെങ്കിൽ അതിലേക്ക് ഡൈല്യൂട്ട് ആയിട്ടുള്ള ആസിഡ് പാസ് ചെയ്ത് കൊടുക്കുക. കാരണം H+ൻ്റെ അളവാണ് നമുക്ക് കൂടുതൽ കിട്ടേണ്ടത്. അതുകൊണ്ട് ഡൈല്യൂട്ട് ആസിഡിനെ പാസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ആനിയോൺ എക്സ്ചേഞ്ച് കോളാണ് എക്സോസ്റ്റ് ചെയ്തതെങ്കിൽ അതിലേക്ക് ഡൈല്യൂട്ട് ആൽക്കലി പാസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 കോളത്തിന് റീജനറേഷൻ നടത്താം. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, റീജനറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറിങ് റീജനറേഷൻ ദി റിയാക്ഷൻസ് വിൽ ബി റിവേഴ്സ്ഡ്. റീജനറേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും, റിവേഴ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ മെൻഷൻ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സ്. എന്തൊക്കെയാണ് ഈ അയോൺ എക്സ്ചേഞ്ച് പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ട് വാട്ടർ സോഫ്റ്റനിങ് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് അഡ്വാൻറ്റേജസ്. ദി പ്രോസസ് ഈസ് suitable for softening highly alkaline or acidic waters. Then no sludge is formed. Sludge means just scales or precipitate ഒന്നും ഫോം ചെയ്യുന്നില്ല. Then resins can be regenerated and reused. നമുക്ക് എത്രത്തോളം റെസിൻസ് റീജനറേറ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാം, അത് വീണ്ടും യൂസ് ചെയ്യുകയും ചെയ്യാം. Deionized water has low conductivity, so can be used in lead acid batteries. ഇത്രയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു പോകാം കേട്ടോ. ഡിസ്അഡ്വാൻറ്റേജസ്. എക്സ്പെൻസീവ് കെമിക്കൽസ് ആൻഡ് കോസ്റ്റ്ലി എക്യുപ്മെൻറ്റ്സ് ആർ നീഡഡ്. Turbidity in water lowers the efficiency of softening. ഓക്കെ, ഇത്രയും 2 ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. എന്താണ്, കെമിക്കൽസും അതിൻ്റെ യൂസ് ചെയ്യുന്ന ഈ അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്സിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റും കോസ്റ്റ്ലിയാണ്, അതൊരു ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ ടെബിഡ് ആണെങ്കിൽ, അതായത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഓയിൽ പ്രസൻസോ അങ്ങനെ എന്തൊക്കെ ടെബിഡിറ്റി ഉണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ എഫിഷ്യൻസി കുറയും. അങ്ങനെ കിട്ടുന്ന ഈ സോഫ്റ്റനിങ് ആയിട്ടുള്ള ഡീമിനറലൈസ്ഡ് ആയിട്ട് വാട്ടറിൻ്റെ എഫിഷ്യൻസി കുറവായിരിക്കും. ഇത്രയാണ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അനദർ മെത്തേഡാണ് ഡിസാലിനേഷൻ ഓഫ് വാട്ടർ.
ഇങ്ങനെയാണ് ഡീസലിനേഷൻ ഓഫ് വാട്ടർ എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. റിവേഴ്സ് ഓസ്മോസിസ് എന്നൊരു പ്രോസസ്സിൽ കൂടിയാണ് നമ്മൾ സലൈൻ വാട്ടറിനെ ഡീസലൈനേഷൻ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ടാങ്കാണ്. ഈ ടാങ്കിൽ തന്നെ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ സോൾട്ട് വാട്ടറാണ്, ഫ്രഷ് വാട്ടർ റൈറ്റ് സൈഡിൽ. ദെൻ സെൻറ്റർ പോർഷനിൽ ഡോട്ട് ഇട്ട ഈ പോർഷൻസ് എന്താണ്? സെമി പെർമിയബിൾ മെംബ്രെയിനാണ്. ഓക്കെ, ദെൻ ഈ പ്രോസസ്സിൻ്റെ പേരാണെന്ത്? റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു പ്രഷർ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ അപ്ലൈഡ് പ്രഷർ എന്നുള്ളതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് ഇവിടുന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ സോൾവെൻറ്റ് മാത്രം, അതായത് റൈറ്റ് സൈഡിലേക്ക് സോൾവെൻറ്റ് മാത്രം പാസ് ചെയ്ത് പോവുക ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. ഡീസലിനേഷൻ ഓഫ് ബ്രാക്കിഷ് വാട്ടർ എന്നൊക്കെ ഇതിന് പറയാറുണ്ട്. റിവേഴ്സ് ഓസ്മോസിസ് ആണ് ഈ ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സിൻ്റെ പേര് റിവേഴ്സ് ഓസ്മോസിസ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡീസലൈനേഷൻ ആൻഡ് ദ സീ വാട്ടർ വിച്ച് ഈസ് ടു ബി പ്യൂരിഫൈഡ് ഈസ് taken in a tank separated by a membrane with pure water. High pressure is applied to sea water to force the pure water out through the membrane, leaving behind the impurities. എന്താണ് ഇവിടെ പ്രോസസ്സിങ് നടക്കുന്നത്? നേരത്തെ പറഞ്ഞു ലെഫ്റ്റ് സൈഡിൽ സോൾട്ട് വാട്ടറാണ്, റൈറ്റ് സൈഡിൽ ഫ്രഷ് വാട്ടറാണ്. അപ്പോൾ ഈ സോൾട്ട് വാട്ടറിൽ നിന്ന് നമുക്ക് പ്യൂർ ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ മാത്രമാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടേണ്ടത്. അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? ഈ സോൾട്ട് വാട്ടറിൻ്റെ സൈഡിൽ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ഒരു അപ്ലൈഡ് പ്രഷർ, ഒരു എക്സ്റ്റേണലി ആയിട്ട് നമ്മൾ ഹൈ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പ്രഷറിലൂടെ എന്ത് ചെയ്യുന്നു? ആ ഒരു ഫോഴ്സ്ഫുള്ളി ആയിട്ട് സെൻറ്ററിലുള്ള സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ ഈ സോൾവെൻറ്റ് ഫ്രഷ് വാട്ടർ മാത്രം റൈറ്റ് സൈഡിലോട്ട് പാസ് ചെയ്യപ്പെടുന്നു. അപ്പം മിനറൽസോ അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റൽസോ ഒക്കെ എന്ത് ചെയ്യുന്നു? ആ ഒരു ലെഫ്റ്റ് സൈഡിൽ സീ വാട്ടറിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? സെറ്റിലായിട്ട് മാറുന്നു. ഫ്രഷ് വാട്ടർ മാത്രം റൈറ്റ് സൈഡിലേക്ക് ഫ്രഷ് വാട്ടർ സൈഡിലോട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അതിനെ കളക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്.